കളഞ്ഞു കിട്ടിയ 2 പവനിലേറെ തൂക്കമുള്ള സ്വർണ്ണാഭരണം പോലീസിനെ ഏൽപ്പിച്ച് മലപ്പുറം തൊട്ടിൽപ്പാലം ടൗണിലെ പൂക്കച്ചവടക്കാരനായ യുവാവ് ധനിൽ. പോലീസും നാട്ടുകാരും നടത്തിയ അന്വേഷണത്തിൽ ഉടമയെ കണ്ടെത്തി ആഭരണം തിരിച്ചു നൽകി. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, അങ്ങേയറ്റം മാതൃകാപരമായൊരു പ്രവൃത്തി, വിവരങ്ങൾ. അനുജ, ഡിസംബർ 5-ാം തീയതിയാണ് ധനിലും സുഹൃത്തും കൂടി കാവിലമ്പാറ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നതിനിടയ്ക്ക് ഫുട്പാത്തിൽ വെച്ച് ധനിലിന് 2 പവനിലധികം വരുന്നു. അതായത് ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിലധികം രൂപയിലധികം മൂല്യമുള്ള സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത്. പരിശോധിച്ചതിന് ശേഷം സ്വർണ്ണാഭരണമാണ് എന്ന് ഉറപ്പുവരുത്തി പിന്നീട് അത് തൊട്ടിൽപ്പാലം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ധനിലും സുഹൃത്തുക്കളും ചെയ്ത മറ്റൊരു കാര്യം, ഇത്തരത്തിൽ സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷവും ഈ സ്വർണ്ണാഭരണം അന്വേഷിച്ച് ആരും എത്താത്തതിനെ തുടർന്ന് ഇവർ തൊട്ടിൽപ്പാലിന് പുറത്തുള്ള മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് പ്രചരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുള്ളൻകുന്ന് സ്വദേശിയായിട്ടുള്ള ഐശ്വര്യ തൊട്ടിൽപ്പാലം പോലീസുമായി ബന്ധപ്പെടുകയും അത് തന്റെ സ്വർണ്ണാഭരണമാണ് എന്ന് പറയുകയും ചെയ്തു. ആ ബാഗിൽ നിന്നായിരുന്നു ഈ ഐശ്വര്യയുടെ ഈ സ്വർണ്ണാഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ധനിലിനോട് ചോദിക്കുന്നുണ്ട്, പ്രതികരണത്തിൽ നിന്ന് ധനിൽ പറയുന്നത്, ഈ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട ആളുടെ വേദന, അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനാൽ തന്നെ മറ്റൊന്നും ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തത് എന്ന് ധനിൽ പറയുന്നുണ്ട്. അനുജ പറഞ്ഞതുപോലെ തന്നെ അങ്ങേയറ്റം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ധനിലിന്റെ ഭാഗത്തുണ്ടായത്. അതിനാൽ തന്നെ തൊട്ടിൽപ്പാലം പോലീസ് ഉൾപ്പെടെയുള്ള സേനാ അംഗങ്ങൾ ധനിലിനെ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐശ്വര്യയുടെ പ്രതികരണത്തിൽ നിന്നും എത്രത്തോളം വിലപിടിപ്പുള്ളതാണ്, അത് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ആ മാല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് ധനിലിന്റെ ഭാഗത്ത്, ധനിലിന്റെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അനുജ, അതാണ് തൊട്ടിൽപ്പാലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ബാഗിൽ നിന്ന് 2 പവന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് അത് കിട്ടിയതൊരു പൂക്കച്ചവടക്കാരൻ ധനിലിനാണ്. ധനിൽ അത് അപ്പോൾ തന്നെ പോലീസിനെ ഏൽപ്പിക്കുന്നു. ഐശ്വര്യയ്ക്ക് മാല തിരിച്ചു കിട്ടുകയും ചെയ്തു. പോലീസ് അത് തിരിച്ചേൽപ്പിച്ചു. ഒരു പ്രതികരണം ഐശ്വര്യയുടേത് വന്നിട്ടുണ്ട്, അതിലേക്ക് കൂടി. നല്ല സന്തോഷമുണ്ട്. ഇത് തിരിച്ച് തരാൻ തോന്നിയ മനസ്സിന് ഒത്തിരി നന്ദി, 1000 നന്ദി. ഇത്രയും വിലയുള്ള ഒരു സമയത്ത് ഇത് തിരിച്ചു തരാൻ തോന്നിയത് വളരെ നല്ലൊരു കാര്യമാണ്. നഷ്ടപ്പെടുന്നത് എൻ്റെ ബാഗിൽ നിന്ന് പോയത്. അതെ, ഭയങ്കര സന്തോഷമായി. സംഭവം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഫുട്പാത്തിൻ്റെ മുകളിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. അപ്പോൾ കിട്ടിയ ഉടനെ അതിൻ്റെ മുകളിൽ 916 ഇത് കണ്ടപ്പോൾ നേരെ തൊട്ടിൽപ്പാലം സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തതാണ്. അത് കണ്ടപ്പോൾ കയ്യിൽ വെക്കാനൊന്നും തോന്നിയില്ല. ഇത്രയും ഇപ്പോൾ ഗോൾഡിന് നല്ല റേറ്റും കാര്യമുള്ളതുകൊണ്ട് എന്തായിട്ടും മിസ്സായ ആൾക്ക് നല്ലൊരു ഇതുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.